നമ്മൾ നേരത്തെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് കണ്ടായിരുന്നു. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്തായിരുന്നു? ഒരു ചൈൽഡ് ക്ലാസ് മൾട്ടിപ്പിൾ ബേസ് ക്ലാസ്സസിനെ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ക്ലാസ് എ ഡെഫ് ഡിസ്പ്ലേ സെൽഫ് പ്രിന്റ് ക്ലാസ് എ ക്ലാസ് ബി ഡെഫ് ഡിസ്പ്ലേ സെൽഫ് പ്രിന്റ് ക്ലാസ് ബി, പിന്നെ നമുക്കൊരു ക്ലാസ് സി ഉണ്ട്. ഈ സി എയെയും ബി എയും ഇൻഹെറിറ്റ് ചെയ്യാണ്. ഇതിൽ ഞാൻ മെത്തേഡൊന്നും ഇപ്പോൾ തൽക്കാലം ഡിഫൈൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് പാസ് എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ സി എന്ന് പറഞ്ഞ ചൈൽഡ് ക്ലാസ് എയും ബി എന്നും പറഞ്ഞ ബേസ് ക്ലാസ്സസിനെ ഇൻഹെറിറ്റ് ചെയ്യാണ്. നമുക്ക് സിയുടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒ ബി ഈക്വൽ ടു സി. ഞാൻ ഒ ബി ഡോട്ട് ഡിസ്പ്ലേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയുടെ ഡിസ്പ്ലേ മെത്തേഡ് ആയിരിക്കുമോ അതോ ബിയുടെ ഡിസ്പ്ലേ മെത്തേഡ് ആയിരിക്കുമോ പ്രിന്റ് ചെയ്യുക? ഇവിടെ സി എയും ബി എയും ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം ഒ ബി ഡോട്ട് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എയുടെ ഡിസ്പ്ലേ മെത്തേഡ് ആയിരിക്കും എക്സിക്യൂട്ട് ആവുക. അങ്ങനെ നമുക്ക് ക്ലാസ് എന്ന് ഔട്ട്പുട്ടിൽ കിട്ടി. ഇവിടെ നോക്കുക, ഇവിടെ ഏതാണോ ഫസ്റ്റ് വരുന്നത് അതായിരിക്കും എക്സിക്യൂട്ട് ആവുക. ഇവിടെ എയ്ക്കും ബിക്കും ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഇവിടെ നമ്മൾ സി എ ബി എന്ന് എഴുതിയിരിക്കുന്നത്. അന്നേരം എ ആയിരുന്നു ഫസ്റ്റ്, അതുകൊണ്ട് എയുടെ ഡിസ്പ്ലേ മെത്തേഡാണ് എക്സിക്യൂട്ട് ആയത്. ഇനി ഞാൻ സി ബി എന്ന് കൊടുക്കുകയാണ്. ഇപ്പം ബിയുടെ ഡിസ്പ്ലേ മെത്തേഡ് ആയിരിക്കും എക്സിക്യൂട്ട് ആവുക. അങ്ങനെ നമുക്ക് ക്ലാസ് ബി എന്ന് കിട്ടി. ഇനി ഇവിടെ ഒരു ഡിസ്പ്ലേ മെത്തേഡ് ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചോ, സിയിലും ഒരു ഡിസ്പ്ലേ മെത്തേഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഡെഫ് ഡിസ്പ്ലേ സെൽഫ് പ്രിന്റ് ക്ലാസ് സി. ഇനി നമ്മൾ ഒ ബി ഡോട്ട് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡിസ്പ്ലേ ആയിരിക്കും എക്സിക്യൂട്ട് ആവുക? സിയുടെ ഡിസ്പ്ലേ ആയിരിക്കും ഒ ബി ഡോട്ട് ഡിസ്പ്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സിയിലും എയിലും ബിയിലും എല്ലാം ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ ഉള്ള കേസസിൽ നമ്മൾ ഈ ഒരു പാർട്ട് നോക്കുക. ഈ ഒരു പാർട്ട് നോക്കുമ്പോൾ സി ബി എ എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സി സെക്കൻഡ് സി ബി എ. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് സി ആണ് ആദ്യം വരിക, അത് കഴിഞ്ഞാൽ പിന്നെ ബി, അത് കഴിഞ്ഞാൽ എ. ഈ എല്ലാ ക്ലാസ്സസിനും ഒരേ മെത്തേഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. അന്നേരം നമ്മൾ ഫസ്റ്റ് ചെല്ലുക, ഇവിടെ കാണുന്ന ആദ്യത്തെ ആ ക്ലാസ്സിലോട്ടായിരിക്കും. അതായത് ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡെറിവേഡ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ മെത്തേഡിനെ നമ്മൾ കോൾ ചെയ്യുകയാണ്. ഇവിടെ ഡിസ്പ്ലേ ആണ് എല്ലാ ക്ലാസ്സിലുമുള്ള ആ മെത്തേഡ്. അതിനെ കോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് സിയിൽ ആ മെത്തേഡ് ഉണ്ടോ എന്ന് നോക്കും. സിയിൽ ആ മെത്തേഡ് ഉണ്ടെങ്കിൽ ആ മെത്തേഡിനെ എക്സിക്യൂട്ട് ചെയ്യും. സിയിൽ ആ മെത്തേഡ് ഇല്ലെങ്കിൽ ബിയിലോട്ട് ചെല്ലും. എന്നിട്ട് ബിയിൽ ആ മെത്തേഡ് ഉണ്ടോ എന്ന് നോക്കും. ബിയിൽ ആ മെത്തേഡ് ഉണ്ടെങ്കിൽ
ആ മെത്തേഡിനെ എക്സിക്യൂട്ട് ചെയ്യും. ബിയിൽ ആ മെത്തേഡ് ഇല്ലെങ്കിൽ എയിലോട്ട് ചെല്ലും. എയിൽ ആ മെത്തേഡ് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ ആ മെത്തേഡിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ഈ ഡിസ്പ്ലേ ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെയും ഡിസ്പ്ലേ ഇല്ല, ഇവിടെയും ഡിസ്പ്ലേ ഇല്ലെന്ന് വിചാരിച്ചു. എന്തായിരിക്കും ഇപ്പോൾ സംഭവിക്കുക? OB ഈക്വൽ ടു സി. OB ഡോട്ട് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഫസ്റ്റ് സിയിൽ ചെന്ന് നോക്കും. സിയിൽ ഡിസ്പ്ലേ മെത്തേഡ് ഇല്ല. അന്നേരം പിന്നെ ബിയിൽ ചെന്ന് നോക്കും. ബിയിലും ഡിസ്പ്ലേ മെത്തേഡ് ഇല്ല. അന്നേരം പിന്നെ എയിൽ ചെന്ന് നോക്കും. അങ്ങനെ നമുക്കിവിടെ ക്ലാസ് എന്ന് കിട്ടി. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ആ മെത്തേഡിന് വേണ്ടി സെർച്ച് ചെയ്തത്? ആദ്യം നമ്മൾ സിയിൽ സെർച്ച് ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ ബിയിൽ സെർച്ച് ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ എയിൽ സെർച്ച് ചെയ്തു. ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ മെത്തേഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ മെത്തേഡിനെ എക്സിക്യൂട്ട് ചെയ്യും. പിന്നീട് ഉള്ള ക്ലാസ്സിനെ നോക്കത്തില്ല. ഇവിടെ ഞാൻ CBA എന്ന് എഴുതിയിട്ടിരിക്കുന്ന ഈ ഓർഡറിനെ മെത്തേഡ് റെസൊല്യൂഷൻ ഓർഡർ എന്ന് പറയും. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റാണ് ഇത്, മെത്തേഡ് റെസൊല്യൂഷൻ ഓർഡർ. എങ്ങനെ ഒരു ഫംഗ്ഷനെ സെർച്ച് ചെയ്യണം? മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൻ്റെ കേസിൽ എല്ലാ ക്ലാസ്സസിനും ആ സെയിം മെത്തേഡ് ഉള്ളപ്പോൾ അതാണ് മെത്തേഡ് റെസൊല്യൂഷൻ ഓർഡർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു കേസിൽ CBA ആയിരുന്നു മെത്തേഡ് റെസൊല്യൂഷൻ ഓർഡർ. നമുക്കിനി ഇനിറ്റ് മെത്തേഡിൻ്റെ കേസ് കൂടി ഒന്ന് കാണാം. നമുക്ക് ഇവിടെ ഒരു ഇനിറ്റ് മെത്തേഡ് ഉണ്ട്, ഇവിടെ ഒരു ഇനിറ്റ് മെത്തേഡ് ഉണ്ട്, പ്രിന്റ് ഇവിടെയും ഒരു, അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഇപ്പോൾ കൊടുക്കണ്ട. OB ഈക്വൽ ടു സിന്ന് കൊടുത്തിരിക്കുകയാണ്. സിയുടെ ഒരു ഒബ്ജക്റ്റ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അന്നേരം ഏത് ഇനിറ്റ് മെത്തേഡാണ് കോളായത്? ബിയുടെ ഇനിറ്റ് മെത്തേഡാണ് കോളായത്. ഇവിടെ എന്താ സംഭവിച്ചത്? OB ഈക്വൽ ടു സിന്ന് കൊടുത്തപ്പോൾ നമ്മൾ ഫസ്റ്റ് സിയിൽ ഇനിറ്റ് മെത്തേഡ് ഉണ്ടോ എന്ന് നോക്കി. സിയിൽ ഇനിറ്റ് മെത്തേഡ് ഇല്ല. അന്നേരം ബിയിൽ ചെന്ന്, അന്നേരം ബിയിൽ ഇനിറ്റ് മെത്തേഡ് ഉണ്ട്. അന്നേരം ബിയുടെ ഇനിറ്റ് മെത്തേഡ് കോളായി. അത് കഴിഞ്ഞ് നമ്മൾ എയുടെ ഇനിറ്റ് മെത്തേഡിനെ കോള് ചെയ്യുന്നില്ല. ഇവിടെ ബിയിൽ വെച്ച് നമുക്ക് ഇനിറ്റ് മെത്തേഡ് കിട്ടിയോണ്ട് നമ്മൾ എയുടെ ഇനിറ്റ് മെത്തേഡിനെ കോള് ചെയ്തില്ല. എയുടെ ഇനിറ്റ് മെത്തേഡിനെ കോള് ചെയ്യണമെങ്കിലോ സൂപ്പർ ഡോട്ട് അണ്ടർസ്കോർ ഇനിറ്റ്. ഇപ്പം നമുക്ക് എയുടെ ഇനിറ്റ് മെത്തേഡിനെ കോള് ചെയ്യാൻ പറ്റി. ഇവിടെ ഇനി ഞാൻ CAB എന്നാക്കിയാലോ എന്തായിരിക്കും ഔട്ട്പുട്ട്? ക്ലാസ് A. ഇവിടെ എന്താ സംഭവിച്ചേ? CAB എന്നാക്കി. അന്നേരം മെത്തേഡ് റെസൊല്യൂഷൻ ഓർഡർ CAB എന്നായി. അന്നേരം എയിൽ ചെന്ന് ഈ ഇനിറ്റ് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ക്ലാസ് A എന്ന് കിട്ടി. ഇനി ക്ലാസ് Cയിൽ ഒരു ഇനിറ്റ് മെത്തേഡ് ഉണ്ടായിരുന്നെങ്കിലോ? പ്രിന്റ് ക്ലാസ് C. OB ഈക്വൽ ടു സി ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക? ക്ലാസ് C ആയിരിക്കും. സിയിൽ ഒരു ഇനിറ്റ് മെത്തേഡ് ഉണ്ടെങ്കിൽ. നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസിൻ്റെ മെത്തേഡ് റെസൊല്യൂഷൻ ഓർഡർ അറിയണമെങ്കിൽ ആ ക്ലാസ് നെയിം ഡോട്ട് MRO ചെയ്താൽ മതി.
ഇവിടെ നമുക്കൊരു ലിസ്റ്റ് കിട്ടി. മെത്തേഡ് റെസൊല്യൂഷൻ ഓർഡർ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ലിസ്റ്റ്. ഇവിടെ സി ആയിരിക്കും ഫസ്റ്റ് വരിക, പിന്നെ എ, പിന്നെ ബി. സി, എ, ബി. പിന്നെ നമുക്കിവിടെ ഒബ്ജക്റ്റ് എന്ന് കിട്ടി. ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തണിലുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും, നിങ്ങൾ ഏതൊരു ക്ലാസ് എഴുതിയാലും അതിൻ്റെ ബേസ് ക്ലാസ് ആയിട്ട് വരുന്ന ഒരു ക്ലാസ്സാണ് ഒബ്ജക്റ്റ്. ഇങ്ങനെയാണ് ആ ക്ലാസ് ഇരിക്കുന്നത്. അതായത് എല്ലാ ക്ലാസ്സും ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇനിറ്റ് മെത്തേഡ് എല്ലാം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ആ ക്ലാസ്സിൽ ഉണ്ട്. അതിനെ നമ്മൾ ഓവർറൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ എ എന്ന് പറഞ്ഞ ഈ ക്ലാസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ മെത്തേഡ്സിനെ എല്ലാം ഇൻഹെറിറ്റ് ചെയ്യാണ്. നിങ്ങൾ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ട് പൈത്തണിൽ. ബൈ ഡിഫാൾട്ട് നമ്മൾ ഇങ്ങനെ ക്ലാസ് എന്ന് എഴുതുമ്പോൾ ആ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ആ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലാസ് നെയിം ഡോട്ട് MRO എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ മെത്തേഡ് റെസൊല്യൂഷൻ ഓർഡർ നമുക്ക് കിട്ടും. ഇവിടെ CAB ഒബ്ജക്റ്റ് ആയിരുന്നു നമ്മുടെ മെത്തേഡ് റെസൊല്യൂഷൻ ഓർഡർ.